കഴിഞ്ഞ ദിവസം ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ മിന്നും വിജയം സ്വന്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. 5 വിക്കറ്റിനായിരുന്നു CSKയുടെ വിജയം. നായകൻ MS ധോണിയാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. എന്നാൽ ഈ വിജയം ധോണി ആരാധകരെ സംബന്ധിച്ച് ഒരു മധുര പ്രതികാരം കൂടിയാണ്. ലക്നൗ ഉടമ സഞ്ജീവ് ഗോയങ്കയും ധോണിയും തമ്മിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ധോണി ആരാധകരെ സംബന്ധിച്ച് ഗോയങ്ക അത്ര പ്രിയങ്കരനല്ല. അതിനുള്ള കാരണം 2017 IPL സീസണിൽ ഗോയങ്ക ധോണിയെ നായക സ്ഥാനത്ത് നിന്നും നീക്കിയതാണ്. 2016-2017 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വിലക്ക് ലഭിച്ച സമയത്ത് ധോണി കളിച്ചിരുന്നത് സഞ്ജീവ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള റേസിംഗ് പൂനെ സൂപ്പർ ജയൻസിലായിരുന്നു. 2016 ധോണിയുടെ കീഴിൽ പൂനെ സൂപ്പർ ജയൻസ് മോശം പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ധോണിയെ ഗോയങ്ക നായക സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. അന്ന് ധോണിയെ നായക സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ ഗോയങ്കയ്ക്കെതിരെ ആരാധക പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ഗോയങ്കയുടെ ലക്നൌവിന്റെ ഹോം ഗ്രൗണ്ടിൽ ധോണിയുടെ മികവിൽ CSK വിജയിച്ചപ്പോൾ ധോണി ആരാധകരെ സംബന്ധിച്ച് അത് മധുര പ്രതികാരം കൂടിയാണ്. ആരാധകരുടേത് മാത്രമല്ല, ധോണിക്കും ഇത് ഒരു പ്രതികാരമാണ്. തന്റെ നായക മികവിന് മൂർച്ചയില്ലെന്ന് പറഞ്ഞ ഗോയങ്കയെ 43-ാം വയസ്സിൽ തന്റെ നായകത്വത്തിൽ, അതും തന്റെ പ്രകടനത്തിന്റെ പിൻബലത്തിൽ വിജയിക്കുമ്പോൾ ഇതെങ്ങനെയാണ് പ്രതികാരമല്ലാതായി തീരുക?